അങ്ങനെ ഇന്നത്തെ വൈകിട്ടത്തെ സ്പെഷ്യൽ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയിട്ട് എന്താ അമ്മയും മുത്തശ്ശി അവിടെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുക്കിടാളൂ കുക്കിട. ഹായ് 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 മുത്തശ്ശി. ആ അതെ അമ്മ പറഞ്ഞു 3 മണി ഇവിടെ 2 അപ്പൊ ഞാൻ 1:15 ആവുമ്പോ 2:15 ഞാൻ 1:15 ചിരിക്കുക സമയം. പിന്നെ നല്ലോണം ഇപ്പൊ ശ്രദ്ധിച്ചു നോക്കിയപ്പോ അപ്പൊ 3. അപ്പൊ വൈകിന്നാ പറയണേ? വൈകിന്ന് പറഞ്ഞു 3:30 കൊടുത്താക്കണ സാധനം. ഈശ്വരാ, ഇങ്ങനെ പാത്രം കെറ്റിലൊന്നും എത്തിച്ചിട്ടില്ല. പടപ്പരിപ്പ് ഒക്കെ കഴിഞ്ഞു. ഇനി ഉണ്ടാക്കി വേണ്ടു. 3:30 ആവണല്ലേ? കുറച്ച് ചായ വെക്കണം. അതിന്റെ വേഗമാവും. ഇത് അമ്പലത്തിലേക്ക് എന്താ അമ്മ പറഞ്ഞോളൂ. ആൾക്കാർ ഒരു 10 പാടില്ല പറഞ്ഞു. അപ്പൊ ഇഞ്ചി പച്ചമുളകും മുളക് പൊടിയും കറിവേപ്പിന്റെ ഇലയും മാത്രം ഉപ്പും കൂടെ ഇട്ടിട്ട്. അതെ, ഇപ്പൊ ബോംബെക്കാർക്ക് വേണ്ടിയിട്ടുള്ള വടയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കണം. അവർക്ക് അടുത്തുള്ളവർക്ക് ചായക്ക് രാത്രി 15 ആളുണ്ട്. അവർക്ക് രാത്രി ഫുഡ് വേണ്ടേ? രാത്രി 15 രാവിലത്തെയും വൈകുന്നേരത്തെയും 30 ആൾക്ക്. ഉച്ചക്കില്ല അല്ലേ? ഉച്ചക്ക് വേണ്ട. ശരിയാ. ഇന്നുണ്ടല്ലോ ആർക്ക് പോയാലും ഊണ് കഴിക്കാം. അതെ അതെ. അങ്ങനെ ഉപ്പും കരിവേപ്പില മുളക് പൊടി മുളക് നുറുക്കുണ്ട്. അതെ, പിന്നെ ഇഞ്ചിയും മുളകും ഒക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മാളും ഞാനും കഴിക്കണത് കാണിക്കാം അല്ലെ മാളുവോ? അതിന്റെ ഇടയിലൊന്നും ഉണ്ടാക്കണ ഒന്നും വേണേ. അതെ അതെ അതെ. അമ്മ ഒന്ന് ഉണ്ടാക്കി തുടങ്ങിക്കോളൂ. ഞാനും മാളും അപ്പൊ ഒന്ന് ജ്യൂസ് കുടിച്ചിട്ട് വരാം. അതെ അതെ അതെ. അതാ നല്ലത്. എന്നാലേ ആ ഒരു ടേസ്റ്റ് ഉള്ളൂ. ഉള്ളി ഇട്ടാലേ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ. അതെ അതെ അതെ. കുഞ്ഞാവുണ്ടേ കുഞ്ഞാവ് കഴിക്കായിരുന്നു എഴുതുണ്ടെങ്കിലും അല്ലേ മാളുവോ? ഇന്ന് ഞാനും മാളും കൂടെ പീടിയെ പോയി ഓറഞ്ച് വാങ്ങിക്കൊണ്ടെന്ന് ജ്യൂസ് അടിക്കാൻ നിൽക്കാണ് അല്ലേ? അയ്യോ അതെ. ഇതിനായിരുന്നു വെളിച്ചെണ്ണ. ശരി. കാരണം മുളക് പൊടി ഉള്ളോണ്ട് കത്തിച്ചു. കൂട്ടി വെച്ചിട്ടില്ലാന്നേ ഉള്ളൂ. ഇനിയിപ്പൊ രാത്രി ഇന്ന് എന്താ അറിയോ? പൂരി ബാജി. അതെ. അപ്പൊ ബാജി ഉണ്ടാക്കുമ്പോ അതിൽ ഉള്ളി ഇടരുത് പറഞ്ഞു. അപ്പൊ എങ്ങനെ ഉണ്ടാക്കുക? നമ്മള് നോർമൽ മറ്റേ ഉരുളക്കിഴങ്ങ് മാത്രം വെച്ചിട്ടാ? അതെ, നമ്മള് സാധാ മറ്റേ പോലെ പട്ടാണിയൊക്കെ ഇട്ട് ക്യാരറ്റൊക്കെ ഇട്ട് അതുപോലെ. നമ്മളുടേനും അങ്ങനെ തന്നെ. അല്ല, നമ്മളുടെ ഉള്ളിയുണ്ട്. ഉള്ളിയിലെ ടേസ്റ്റ് ഇല്ല. അതെ അതെ. ഇപ്പൊ വായന ആവുകൊണ്ടേ പണ്ടൊന്നും ചിലവര് ഉള്ളി ഉപയോഗിക്കില്ല. എന്നാ അവർക്ക് മാത്രം പൂരി ഉണ്ടാക്കിയിട്ടേ ബാക്കി ചപ്പാത്തി ആക്കിയാലോ അല്ലേ? എന്തായാലും പരത്തുമ്പോ മാളുവിന് പൂരി എത്ര പൂരി അതെ. മാളു ഉണ്ടായില്ല. അതാണ്. പിന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ഇടുക. ബാക്കിയൊക്കെ റെഡിയായി, നമുക്ക് ഉണ്ടാക്കിയാ മതി. അതെ. അപ്പൊ എണ്ണയൊക്കെ ചൂടായി, നമ്മൾ ഉണ്ടാക്കാൻ നോക്കട്ടെ. ആള് കുറച്ച് വെള്ളം വച്ചോളെ കൈ കഴുകാൻ. ഒരു ട്രിപ്പിൽ എത്ര എണ്ണ ഇടാമേ? ഒരു 10-15 പറ്റും. നല്ല വലിപ്പം വേണം അമ്മേ. ചെറുത് മീഡിയം. ഇതന്നെ കടയിൽ നിന്നൊക്കെ കിട്ടുമ്പോഴും എത്ര? 30-20? 30. നമ്മള് പരിപ്പോടൊക്കെ ആകുമ്പോ നല്ല താഴ്ത്തി വെച്ചിട്ട് വേണം. ഉഴുന്നുവട പോലെ അത്ര വേഗം ആവില്ല കേട്ടോ. അതെ, അതാണ് പ്രശ്നം. കൊഴലിനടുക്ക് ഞാൻ അവിടെ മുറി വെച്ചിട്ടുണ്ട്. ഞങ്ങളവിടെ
ഒരു ട്രിപ്പിൽ ഒരു 10 എണ്ണം പോവും ഇല്ലേ അല്ലേ? ആ 10 പോകും. ഞാൻ അങ്ങനെ നല്ല അക്കൗണ്ടല്ലേ. ആ പക്ഷെ വേഗം കഴിയൂലേ? 30 എണ്ണം അല്ലേ ഉള്ളൂ, അതുകൊണ്ട് കുഴപ്പമില്ല. എന്തായാലും നല്ലതിൽ കിട്ടും കിട്ടും. അതെ നല്ല ഭാഗ്യം. അതെ. അമ്പലത്തിലേക്കല്ല അപ്പൊ എന്തായാലും നല്ലതിൽ കിട്ടും. അപ്പൊ നമ്മളിത് അത്രയും വടയായിട്ടാണ് ആയത്. ഇപ്പൊ എത്ര എണ്ണം ആയിട്ട് അമ്മ ഏകദേശം? ഒരു 20 ആയിണ്ടാവും. ഈ ദേശം കൂടെ വേണം, ഒരു 10 എണ്ണം കൂടെ വേണം. അതെ. കൂട്ടാന്ന് കാണിച്ചോളൂ. നമ്മള് ഉള്ളിയിടാത്ത കൂട്ടാനാണല്ലോ. കൂട്ടാനാണ്. രാവിലെ പോന്നാ പോയത് വായനായിട്ട് ഇന്നോടെ അവിടെ ഇപ്പോഴും അവരെ കണ്ടോളൊന്നുമില്ല. അവരെ കഴുകാനോ കയറിപ്പോവും. അമ്പലത്തിൽ കൊണ്ടുപോകലൊക്കെ കഴിഞ്ഞു കേട്ടോ. നമുക്കുള്ള പരത്താണ്. കൂട്ടാനിനി ഉള്ളി ഒന്ന് വഴറ്റണം. അതെ, കാരണം അവർക്ക് സവാള ഇട്ടത് പറ്റാത്തോണ്ട് പിന്നെ നമുക്ക് ഉണ്ടാക്കാം. ഇപ്പൊ നേരത്തെ ഇട്ടാവൂലേ അമ്മു? അതെ, 6 ആകുമ്പോ തന്നെ ഇട്ടാവും. അപ്പൊ ഇനി ചപ്പാത്തി പോരെ? കുറച്ച് പൂരി ഉണ്ടാക്കാം. ആൾക്കാര് കഴിക്കണനുസരിച്ച് മതി കേട്ടോ. അമ്മൂന് വേണ്ട. ആ അമ്മയ്ക്കോ? കുട്ടു ഇത് കഴിക്കുള്ളൂ കേട്ടോ ചപ്പാത്തി. അച്ഛനും വയറിന് ഇതാവും പറഞ്ഞിട്ട്. 10-12 പരത്താം. അങ്ങനെ മുത്തശ്ശി ഇതാ പോവാൻ റെഡി ആയിട്ട് നിക്കാണ്. അമ്പലത്തിലേക്ക് എല്ലാവർക്കും ഫുഡ് കൊടുക്കാനല്ലേ മാളു? മുത്തശ്ശി ആ ആ അമ്മേ, ഞാൻ എന്താ അവിടെ കൂട്ടാനുണ്ടാക്കി. അപ്പോഴേക്ക് നമ്മുടെ ജ്യൂസ് റെഡി ആയിട്ടുണ്ട്. റെഡിയായി നമ്മളെ മുന്തിരി ജ്യൂസ്. ആ അതെ, അച്ഛൻ വന്നപ്പോ തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മുന്തിരി അച്ഛൻ വേറെ വാങ്ങിയിട്ട് ഇന്ന് ഇവിടെ മറന്നു വെച്ചു. പിന്നെ ഇന്ന് ഓഫറിൽ കിട്ടിയതായിരുന്നു. അപ്പൊ വാങ്ങിയതാ? ഇന്നലെ പറഞ്ഞു, ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി പറഞ്ഞു ജ്യൂസ് ഉണ്ടാക്കായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു ദിവസം കൂടെ കാത്തിരുന്നാ മതി, അപ്പൊ വരില്ല, അപ്പൊ ഉണ്ടാക്കാം. അല്ല, ഞാൻ പറഞ്ഞതിനൊക്കെ മുന്നേ വന്ന് അല്ല കറക്റ്റ് തന്നെ വന്ന ഡേറ്റ് കറക്റ്റാ? 23 പറഞ്ഞായിരുന്നു. പിന്നെ അവിടുന്ന് ഒരു കൺഫ്യൂഷൻ വന്നൂല്ലേ, ഒരു ദിവസം എക്സ്ട്രാ വരുന്ന സംശയായി. അമ്മ പറഞ്ഞിട്ടുണ്ടായില്ലോ ചിലപ്പോ ദിവസം വരുള്ളൂ, ഉറപ്പില്ലാന്നുള്ളത്. അങ്ങനെ നമ്മള് മുന്തിരി ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ചും കൂടെ വെള്ളം ഒഴിക്കാം. തണുത്ത വെള്ളം. അതെ, ചിൽഡ് വാട്ടർ. എന്നാ ഒഴിച്ചോളൂ കേട്ടോ. കൊറേ ഉണ്ടാട്ടോ, ടേസ്റ്റ് തോന്നും. അതെ, കുട്ടി കൊറേ വെച്ചു. ഐസും കട്ടിയും കൂടി കൊഴുപ്പുണ്ടമ്മ മേലെ തന്നെ. ആ ജസ്റ്റ് ഒരു കറക്റ്റ് ഫ്രഷ് ആയിട്ടുള്ള മുന്തിരി ജ്യൂസ് എന്ന് പറഞ്ഞാൽ അത്ര തിക്ക് ഉണ്ടാവില്ല. കാരണം നമുക്ക് കുറച്ച് ഡൈലൂട്ട് ചെയ്തതാണ് ഇഷ്ടം. ഭയങ്കരമായിട്ടാകുമ്പോ ഒരു കുത്തണം മധുരം വരുമ്പോ കുറച്ചേ കുടിക്കാൻ പറ്റും. അമ്മ എങ്ങനെ ഉണ്ടാക്കും മധുരം? ആണോ, നല്ല പുളി ഉണ്ടോ? എന്നാ ഒരു കാര്യം ചെയ്തോളൂ, ഇന്ന് കുറച്ചുകൂടെ പഞ്ചസാര ഇടുവോ? പഞ്ചസാര അതിൽ കഴിഞ്ഞിട്ടുണ്ടോ കൂട്ടോ? മറ്റേ ഇടണ്ടേരും. പിന്നെ മുന്തിരി ജ്യൂസും കൂടെ റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താ ചപ്പാത്തിയും പൂരിയും ഉണ്ട് കേട്ടോ. ഇത് പൂരി എന്താ അറിയോ, കുറച്ച് തണുത്തു പോയി അല്ലേ അമ്മേ? പൊള്ളച്ചതായിരുന്നു, പക്ഷെ ഒന്ന് തണുത്തു, അത്രേ ഉള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ചപ്പാത്തീസ് ഇതാ ലോഡ്സ് ഓഫ് ചപ്പാത്തി ഉണ്ട്. പിന്നെ നമ്മൾ ഇന്ന് പത്തിരി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ പത്തിരി ഇതാ. മുന്തിരി ജ്യൂസാണോ പൈനാപ്പിൾ ആണോ ഓറഞ്ച് ആണോ കൂട്ടാൻ ഇഷ്ടം?
എനിക്ക് പൈനാപ്പിൾ അല്ല ഓറഞ്ച്. എനിക്കും ഓറഞ്ചും പൈനാപ്പിളും. മുന്തിരി നമ്മൾ ഉച്ചക്ക് ഓറഞ്ച് കുടിച്ചു. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്ന്. പക്ഷെ ഓറഞ്ച് എന്താ സംഭവം എന്നറിയോ? നമ്മുടെ ജ്യൂസ് അടിച്ചു കഴിഞ്ഞാ അപ്പൊ തന്നെ കുടിക്കണം. തന്നെ കുടിക്കണം. എടുത്ത് വെക്കാൻ പറ്റും. ഒരു 2 മിനിറ്റ് പോലും എടുത്ത് വെച്ചാൽ കഴിക്കും. എടുത്ത് ഓറഞ്ചും അതേമാതിരി മുസമ്പി അങ്ങനെയാണ്. ആ മുസമ്പി അങ്ങനെ തന്നെയാണ്. അത് പണിയിട്ടു. അതെ. കുട്ടു മറ്റേ പണ്ടത്തെ സിനിമാടന്മാരെ പോലെ ഇവിടെ അങ്ങനെ ചുരുട്ടി വെച്ചു. മുടി കൂടുതലാണ്. പിന്നെ അതാ നമുക്ക് മുത്തശ്ശിക്ക് വേണ്ടിയിട്ടേ മസാലപ്പൊടിയൊന്നും ഇല്ലാത്ത കറി മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇത് നമുക്ക് എല്ലാവർക്കും കൂടെ മസാല ഇട്ട കറിയാണ് കേട്ടോ. അത് ബാക്കി നമുക്ക് രാവിലത്തേക്ക് എടുക്കാം. പക്ഷെ നാളെ രാവിലെ എന്താണ് അമ്മേ? നൂൽപുട്ടും ഇഷ്ടവും അല്ലേ? ഉള്ളി ഇടാത്ത ഇഷ്ടം. പക്ഷെ ടേസ്റ്റ് ഉണ്ടാവോ? ആ പൂള ഇഷ്ടം. പക്ഷെ എന്നാലും പൂള ഇഷ്ടം ഉള്ളി ഉണ്ടെങ്കിൽ. ഉള്ളി ഉണ്ടായാലേ ടേസ്റ്റ് ഉണ്ടാവും. നമ്മളിപ്പോ അപ്പൊ രാവിലെ അമ്മയെ തിരിക്കണ ആള്. അതെ അതെ അതെ. ഇനി കുറച്ചു ദിവസത്തേക്ക് അമ്മയ്ക്ക് പണിയായി. അയ്യോ ഒരാഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അതെ അതെ അമ്പലത്തിലേക്കല്ലേ വായനക്കല്ലേ. അതെ അപ്പൊ നമുക്ക് കുഴപ്പമൊന്നും വരില്ല. അതെ. അല്ലേ പിന്നെ എത്ര എണ്ണ അത്ര വേണ്ട? 30 തന്നെ? 30 ആളുണ്ട്. 15 ആളുണ്ട്. ഒരു 3 ആണെങ്കിൽ 45. എന്തായാലും ഒരു 40 എന്തായാലും വേണ്ടി വരും. പിന്നെ 3 ചിലപ്പോ എല്ലാവരും കഴിക്കണ്ടാവില്ലേ പറഞ്ഞു. അതെ, കാരണം വലുതല്ലേ. അതെ. ഇപ്പൊ രാവിലെ ഒക്കെ ആകുമ്പോ എല്ലാവരും 2 കഴിക്കണ്ടാവുള്ളൂ. എന്നാ കുട്ടു ഒരു ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഓപ്പോൾക്ക് തന്നോളൂ. കഴുകിയതിപ്പോ ഏതല്ല. ആ അതിന്റെ ബാക്കിൽ അതല്ല. ആ അതിന്റെ ഇപ്പുറത്ത് നെസ്കഫ്. ആ തന്നെ നെസ്കഫയുടെ ബാക്കിൽ എന്ന് പറയാൻ വന്നത്. എങ്ങനെ ഉണ്ട് നോക്കാലോ. ഇനി വേണ്ടമ്മേ. ഞാൻ ഒരു കഷ്ണം ഇഞ്ചിയും കൂടെ ഇട്ടിട്ടുണ്ട്. കളറ് കുറവാണ് അല്ലേ? മതി അങ്ങനെ തന്നെ അതെ അല്ലേ? അപ്പൊ ഞാൻ എന്താ കുടിക്കുകയാണ് കേട്ടോ. അല്ല അണക്കല്ല, എനിക്കാണ്. തണുപ്പുണ്ട്, പുളിയുണ്ട് കേട്ടോ. അച്ഛൻ പറഞ്ഞപ്പോ ഞാനൊന്ന് എടുത്തു കഴിച്ചു നോക്കി. ഇത് ജ്യൂസ് മുന്തിരി തന്നെ അച്ഛൻ പറഞ്ഞ വെറൈറ്റി ഗ്ലാസ്. ചെറിയ ഗ്ലാസ് മതി. അത് ഇപ്പൊ ടേസ്റ്റ് ചെയ്യാനാ. ചെറിയ ഗ്ലാസ്സിൽ അതിൽ ഒഴിച്ചോളൂ. അച്ഛനോട് കൊടുക്കാം. മാളുവിന് തണുപ്പ് പോയിട്ട് കൊടുക്കാം. മാളു പിന്നെ ഉറങ്ങുകയാണേനും. ടേസ്റ്റ് ഉണ്ടോ? മുന്തിരി മാത്രല്ല വേറെ എന്തൊക്കെയാ? ജിഞ്ചർ. ശരിക്കും പുതിന ഇടും കേട്ടോ. അപ്പൊ വേറെ ടേസ്റ്റാ. അത് മതി അമ്മ. ഇതിൽ ശരിക്കും സോഡ അടിച്ചിട്ട് കഴിച്ചിട്ടുണ്ടമ്മ, മുന്തിരി സോഡ. അത് നമുക്ക് ഒരു ദിവസം ട്രൈ ചെയ്യാം. അപ്പൊ അച്ഛന് കൊടുത്തോക്കട്ടെ കേട്ടോ. ജ്യൂസ് കുറച്ച്. അല്ല അതല്ല, അതെന്താ അറിയോ, ഭയങ്കര പുളി അല്ലെങ്കിൽ കുറച്ചേ ഉള്ളൂ അല്ലേ? ടേസ്റ്റ് ഉണ്ടോ? ഇഞ്ചി അല്ല ഇനിയുണ്ട്. ഇനി കുറച്ച് അമ്മ കുടിക്കാണ്. അതെ, എന്നെ മുത്തശ്ശിനെ ഇഞ്ചി ഇട്ടോട് ചിലപ്പോ കുടിച്ചോളണമെന്നില്ല. മുത്തശ്ശിക്ക് അങ്ങനെ ജ്യൂസ് വലിയ താല്പര്യമില്ല. സ്ക്വാഷ് ഒക്കെ കലക്കി കുടിക്കും, ബീട്രൂട്ട് സ്ക്വാഷ് ഒക്കെ. കുട്ടു നിന്റെ ഇതിന്റെ പ്ലേറ്റ് അറിയോ? ഞാൻ കുട്ടുവിന്റെ കൊട്ടാൻ വേണ്ടി കാത്തിക്കണം ഞാന്. ആ ഇനിയിപ്പൊ അതിന്റെ ആവശ്യമില്ല. ഞാൻ എടുക്ക അതിന്റെ ഉള്ളിൽ നിന്ന്. ഇനി ആദ്യം ഇനി 6 പീസ് ഉണ്ട് ഇങ്ങനത്തെ. ഒരു പീസും കൂടെ എടുത്താൽ മതിയല്ലോ. ഇത് നമ്മളിത് വാങ്ങിച്ചപ്പോ, ഫ്രിഡ്ജ് വാങ്ങിച്ചപ്പോ ഡിന്നർ സെറ്റ് കിട്ടിയതാ. അപ്പൊ എന്നാ കഴിക്കാല്ലേ? മാളു അതാ കിടന്നുറങ്ങുകയാണ്. നമുക്ക് ഞാൻ പോയി വന്നതിന്റെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എന്താ അലക്കിയതൊക്കെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതൊക്കെ ഇനി അതെ എന്നാ കഴിച്ചോളൂ, ഇട്ടെടുത്തോളൂ. അതെ, ഗുഡ് നൈറ്റ്. പിന്നെ നിങ്ങളെ ഡിന്നർ സ്പെഷ്യൽ എന്താന്ന് കമന്റ് ചെയ്യാൻ മറക്കരുത്. ബൈ.